ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? സെന്റിമീറ്ററും അല്ലെ മീറ്ററും കിലോമീറ്ററും എന്നുള്ള ലെങ്ത്തിൽ നീളം അതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറിയോ? മാസ്. മാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്, ഭാരം. ഭാരം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നല്ലേ? ചിലത് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാമിൽ കണക്കാക്കാറുണ്ട്, ചില കിലോഗ്രാമിലൊക്കെ നമ്മൾ കണക്കാക്കാറുണ്ട് അല്ലെ? അപ്പൊ ഭാരം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതില് ഫസ്റ്റത്തെ നിങ്ങളുടെ പേജ് നമ്പർ 39 എന്ത് ചെയ്യുന്നുണ്ട്? കുറെ തിങ്സ് തന്നിട്ടുണ്ട്, കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? അത് ഗ്രാമിലാണോ കിലോഗ്രാമിലാണോ അതിന്റെയൊക്കെ വെയിറ്റ് നോക്കുന്നത്, അതിന്റെ ഭാരം നോക്കുന്നതെന്ന് നിങ്ങൾ അതിൽ എഴുതണം കേട്ടോ. ഒരു ടേബിൾ, ഗ്ലാസ്, ഫ്ലവർ ഇതിന്റെയൊക്കെ വെയിറ്റ് നമ്മൾ എങ്ങനെയാണ്? ഒരു ടേബിള് തന്നെ അതിന്റെ വെയിറ്റ് എങ്ങനെയായിരിക്കും നോക്കുന്നത്? ഗ്ലാസിന്റെ വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് കിലോഗ്രാമിലാണോ ഗ്രാമിലാണോ വരുന്നത്? പിന്നെ സ്പൂണിന്റെ വെയിറ്റ് ഒക്കെ ചിലത് നമ്മൾ വലിയ നല്ല വെയിറ്റ് ഉള്ള സ്പൂൺ ആണെങ്കിൽ എന്ത് ചെയ്യും? അത്രയും നല്ല വെയിറ്റ് വേണം അല്ലെ? അപ്പൊ ചെറിയ നമ്മുടെ സാധാരണ നമ്മള് ചായയും ഇതൊക്കെ ഇളക്കാനും മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന സ്പൂൺ ആണെങ്കിൽ ഗ്രാമിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത് ഗ്രാമിലാണോ നിങ്ങൾ അത് നോക്കുക, ഗ്രാമിലാണോ കിലോഗ്രാമിലാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ചെക്ക് ചെയ്തിട്ട് എഴുതണം. ഇത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങൾ അത് എഴുതിയാൽ മതി കേട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഗ്രാമിലുണ്ട്, കിലോഗ്രാമിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ സെന്റിമീറ്ററിലും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? മില്ലിമീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട് അല്ലെ? ഇതുപോലെ ഇതിലും ഉണ്ട് എന്താണ്? മില്ലിഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്. അപ്പൊ എത്ര മില്ലിഗ്രാം ചേർന്നാലാണ് ഒരു ഗ്രാം ആകുന്നതെന്നും എത്ര ഗ്രാം ചേർന്നാലാണ് ഒരു കിലോഗ്രാം ആകുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. 1000 മില്ലിഗ്രാം ചേർന്നാൽ എന്താവും? ഒരു ഗ്രാം ആവും. 1 ഗ്രാം. എത്രയാണ്? 1000 മില്ലിഗ്രാം ചേർന്നാൽ ഒരു ഗ്രാം ആവും, 1 ഗ്രാം ആവും. ഇതേപോലെ 1000 ഗ്രാം ചേർന്നാൽ എത്രയാവും? 1 കിലോഗ്രാം. ഒരു കിലോ എന്ന് പറയില്ലേ? അത് എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ചേർന്നാലാണ് 1 കിലോഗ്രാം ആവുന്നത്. മനസ്സിലായോ? എന്നാണ് 1000 മില്ലിഗ്രാം ചേർന്നാൽ 1 ഗ്രാം ആവും, ഒരു ഗ്രാം ആവും. അതേപോലെയുള്ള 1000 ഗ്രാം ചേർന്നാൽ എത്രയാവും? ഒരു കിലോഗ്രാം ആവും. ഇനി നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇതാദ്യം നിങ്ങൾ നന്നായി ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് വരുന്ന പ്രോബ്ലംസ് പഠിക്കാൻ. എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മൾ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതുപോലെ ഇതിനെയുണ്ട് ഗ്രാമിനെ എന്ത് ചെയ്യണം? മില്ലിഗ്രാമിലേക്കും അതേപോലെ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് നോക്കാം. ടു കൺവേർട്ട് എന്നാ അറിയോ? ഗ്രാം ഇൻറ്റു ഗ്രാമിന് എന്ത് ചെയ്യണം? മില്ലിഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഗ്രാമിന് എന്ത് ചെയ്യണം? മില്ലിഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ബൈ എത്രയാണ്? 1000. ഗ്രാമിനെ മില്ലിഗ്രാമിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ബൈ 1000. 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എങ്ങനെ? 5 ഗ്രാം കൺവേർട്ട് 5 ഗ്രാം ടു മില്ലിഗ്രാം. ഈ 5 ഗ്രാമിനെ നമ്മൾ മില്ലിഗ്രാമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 5 ഇൻറ്റു എത്ര കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറഞ്ഞത്? 1000. അപ്പൊ എത്രയായി? 5000 മില്ലിഗ്രാം. 5000 മില്ലിഗ്രാം എന്ന് പറഞ്ഞാലും 5 ഗ്രാം എന്ന് പറഞ്ഞാലും അതിന്റെ വെയിറ്റ് ഈക്വൽ തന്നെയാണ്. ഇതുപോലെ എന്ത് ചെയ്യണം? ഗ്രാമിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ മില്ലിഗ്രാമിനെ മാറ്റി നമ്മൾക്ക് എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക്. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 1000. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. അതായത് ഇപ്പൊ ഞാൻ പറയുന്നു ഇവിടെ നേരത്തെ ചെയ്ത കണക്ക് തന്നെ കൺവേർട്ട് 5000 gram to kilogram.
അതിനെന്ത് ചെയ്യണം? 5000 divided by 1000. 35. അപ്പൊ എത്രയാണ്? 5 കിലോഗ്രാം. 5000 ഗ്രാം എന്ന് പറഞ്ഞാലും 5 കിലോഗ്രാം എന്ന് പറഞ്ഞാലും വെയിറ്റ് രണ്ടും ഈക്വൽ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ ഈ ഗ്രാം, എത്ര ഗ്രാം മില്ലിഗ്രാം ചേർന്നാലാണ് 1 ഗ്രാം, എത്ര 1 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം വേണം ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞപ്പോ നമ്മൾ ഇതുവരെ പഠിച്ചത് എത്രയാണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞല്ലേ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാം അല്ലേ? അതേപോലെ 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര വരും? 2000 ഗ്രാം. മനസ്സിലായോ? ഇനി 2.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എങ്ങനെ ഇതിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എത്രയാണെന്നറിയോ? 2500 ഗ്രാം. മനസ്സിലായോ? 2 കിലോ 2.5 കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 2500 ഗ്രാം ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഇത് പറഞ്ഞതുപോലെയും എല്ലാം നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ വെയിറ്റ് എങ്ങനെയാണെന്ന് അത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം കേട്ടോ.